രാവിലെ തന്നെ മോർണിംഗ് ആവണല്ലോ കർത്താവേ കൃഷ്ണ. ഞാൻ എന്റെ വീട്ടിലല്ല, നീ എന്റെ വീട്ടില. അതെ, നീ എന്റെ വീട്ടിലല്ല, ഞാൻ നിന്റെ വീട്ടില. ഞാൻ എന്റെ വീട്ടിലും നീ എന്റെ വീട്ടിലും ആണുള്ളത്. ഞാൻ നിന്റെ വീട്ടിലല്ല, നീ എന്റെ വീട്ടില. എന്റെ തല പൊട്ടതുണ്ട്. എന്റെ തലയും. അയ്യോ, ഇന്നലെ എന്തുണ്ടായേ? എന്തുണ്ടായ? അയ്യേ പയ്യോ ചട്ടം ചൂടാക്കി വരുന്നുണ്ട് അമ്മ. രണ്ടും കൂടെ വെള്ളടിച്ച് വന്ന് വീണതേ അമ്മ അറിഞ്ഞിട്ടുണ്ട്. നീ ഒരു അനിയനാണോടാ? ഞാനല്ല, ഈ കുട്ടടക്ക. പൂജ. എന്ത് പൂജ? അത് അമ്മ പൂജ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനുണ്ടല്ലോ. ഹലോ വിസ്മയ, ഇന്ന് 10:00 ഓഫീസിലെത്തണം. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. വരാൻ പറ്റണം, ഇല്ലെങ്കിൽ നീ ഉള്ളിടത്തേക്ക് എനിക്ക് വരേണ്ടി വരും. എന്താ ഭീഷണിയാണോ? ഞാൻ ഭീഷണിപ്പെടുത്താറില്ല. ഞാൻ ഒറ്റയ്ക്കാവില്ല. പോലീസും കൂടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. സോ യു ബെറ്റർ കം ടു മൈ ഓഫീസ്. ഹലോ ഹലോ. എന്താടി? ആരാ? അയാളാ ആ കാമപ്ര. ഇന്നലെ എടുത്താൽ തലക്കിറങ്ങില്ലേ അവൻ. തലക്കറിയാനോ? ആരായിരുന്നു? ഞാനൊന്നും അറിഞ്ഞില്ല. നീയല്ല, ഞാനേ അറിഞ്ഞേ. അയാളുടെ തലേന്ന് ചോര വരുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ കർത്താവ്, നീ അവനെ കൊന്നോ? അയാൾ പറഞ്ഞത് ഞാൻ അയാളെ കൊല്ലേണ്ടതാ. ഞാൻ അത്രേ ചെയ്തുള്ളൂ. അയാളിപ്പോ എങ്ങനെ വിളിച്ചേ? അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കാം, അങ്ങോട്ട് ചെല്ലാൻ. എന്തിന്? എന്തിന്റെ ആവശ്യത്തിന്? എന്നെ കല്യാണം കഴിക്കാൻ. ശരിക്കും? ഒറ്റ കിണ്ണങ്ങ് തിരിഞ്ഞ അയാളുടെ തലക്കിന്നലെ ഇറങ്ങിയതിന് പകരം ചെയ്യാൻ വിളിച്ചതാ. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പോലീസിന് കൊണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞു. എനിക്കൊരു ഷൂട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നേരം പഞ്ചാര മോനെ, നീ ഇല്ലാടാ അവിടെ എങ്ങനെ വെള്ളം അടിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചോണ്ട് പോയത് അടുത്തല്ലാന്നും പറഞ്ഞു. ഞാനത് നിന്നോട് ഞാൻ പറഞ്ഞു അയാളുടെ തല തന്നെ കുളിക്കാൻ. ഞാനായിരുന്നു നിനക്ക്? അല്ല, ഇതിനിടക്ക് നീ എവിടെ പോയതായിരുന്നു? ഞാനവിടെ പോയില്ല. ഞാൻ സ്റ്റോറിയിലുണ്ടായിരുന്നു. എന്ത് തേങ്ങയാണെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും കേൾക്കണ്ട. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു, അല്ലെങ്കിൽ പോലീസുകാരൻ മുന്നേ വന്ന് പോക്കും. വീട്ടിൽ അതിക്രമിച്ച് കയറി വധശ്രമം, പീഡന ശ്രമം. പീഡനമോ? എപ്പോ? ആര്? എങ്ങനെ? ഇതൊക്കെ ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ട് കൂടില്ല, പിന്നെ പീഡിപ്പിക്കണം. എന്തുകൊണ്ടില്ലാന്ന്? അത് ഞാനൊന്നും ചെയ്തില്ലാന്ന്. നീ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഇങ്ങനെ വരുത്തി തീർക്കും. മാവതി, നിന്നെ കുഴി കൊണ്ടുകൂടി. ചേച്ചി വിളിക്കാം, അമ്മ ചട്ടവും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അവരും കൂടെ ഉണ്ട്. രണ്ടിനും കൂടെ തരാളിയാ. ഓക്കെ മാം, ഞങ്ങള് അകത്തോട്ടേക്ക് വരാം. നോക്ക് പിന്നെ, അകത്ത് കയറുക, അയാളുടെ കാലിലേക്ക് അങ്ങ് സാഷ്ടാംഗം വീണ് പ്രണമിക്കുക, എന്നിട്ട് മാപ്പ് പറയാം. ഓക്കെ? പോലീസ് കേസൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല. മാപ്പോ? എന്റെ പട്ടി പറയുന്ന മാപ്പ്. എന്നാ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും കൂടില്ല. അകത്തോട്ടായാലും പുറത്തോട്ടായാലും ഒരുമിച്ച്. അതാവണം ഇവിടെ ഫ്രണ്ട്ഷിപ്പ്. നീ നണ്ടണ്ട. കോപ്പിലെ പരിപാടി കാണിച്ചിട്ട് എന്നെ കൂടെ കുഴിച്ചടിച്ചിട്ട് നമ്പേണ്ട, എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. നീ വരുന്നുണ്ടോടെ? ഓ, വരെയാണ്. യെസ്, ഇവിടെ ഉണ്ട്. ചെല്ലി. ഞാൻ മാത്രമല്ല, ഇവനും കൂടെ ഉണ്ടായിരുന്നു. മായ അകത്തേക്ക് വരൂ. അദ്ദേഹം ഇവിടെ നിന്നോട്ടെ. മായ ഇങ്ങോട്ട് വരൂ. മാഡം, ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇരിക്കട്ടോ. എൽവിൻ സാർ ഇപ്പൊ വരും. ഓക്കെ സാർ എത്തിയല്ലോ. പഠിച്ചോണേ, നിങ്ങൾക്ക് തുളി. ഗുഡ് മോർണിംഗ് സാർ. എന്റെ മോർണിംഗ് ബാഡ് ആണ്. എന്ത് പറ്റി സാർ? ഓഫീസിൽ കയറി വരുമ്പോൾ കണി
ഇങ്ങനെയുള്ളവരൊക്കെയാണല്ലോ. എന്റെയും കണി രാവിലെ വന്ന ഒരു കോളായിരുന്നു. സോ എന്റെ മോർണിംഗ് ബാഡ് ആണ്. നെറ്റിയിൽ എന്താ? അത് ഇന്നലെ രാത്രി വീട്ടിലൊരു കള്ളം കയറി. എന്നിട്ട് എന്തെങ്കിലും കളവ് പോയോ സർ? ഏയ്, കള്ളന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നതും കൂടെ വീട്ടിൽ കളഞ്ഞിട്ടാ പോയത്. സാറിന് നല്ലോണം പറ്റിയോ? പോണതിനിടയിൽ അവൻ എന്തോ എടുത്ത് എന്റെ തലക്കെറിഞ്ഞു. കള്ളിയാവാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളുടെ കാര്യം അയ്യോ ഓർക്കാൻ കൂടെ വയ്യ. മായ എന്താ അങ്ങനെ പറഞ്ഞത്? ജൻ, ഇത് കാറിലൊരു ഫയലുണ്ട്, അതെടുത്തിട്ട് വരൂ. ഓക്കെ സർ. അതെ മാഡം അവിടെ പോവാ, അവളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റോ? സർ മായയോട് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. അതും പറഞ്ഞില്ല, ഇന്നലെ അയാളുകളെ വിളിച്ച്. സോറി, എന്താ പറഞ്ഞേ? കേട്ടില്ല. ഒന്നുമില്ല, മാഡം പൊക്കോളൂ. ഓക്കെ. ഒന്നങ്ങോട്ട് പോയി നോക്കിയാലോ, ഇന്നലെ പോയതുപോലെ ആവോ? അല്ല, ഹേയ് എന്താ ഇന്നലെ രാത്രി നീയല്ലേ അത്? ഏത്? അത് ഞാനല്ല. ഓഹോ, അതിനത് ഏതാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനത് ഏതായാലും ഞാനല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ, അപ്പൊ അത് നീ തന്നെ. എന്താ മോനെ സ്റ്റോക്കിംഗ്? എന്താണ്? നിനക്കത് അത്രയ്ക്ക് ഇഷ്ടാവും? ഇന്നലെ എന്റെ ബെഡ്റൂമില്, ഇപ്പൊ എന്റെ ഓഫീസില്, എന്നല്ല കുട്ടാവ്? ഓടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. പിന്നെ നീ എന്തിനു ഇവിടെ വന്നേ? അതൊക്കെ ഇപ്പൊ നിന്നെ ബോധിപ്പിക്കണോ? ഇത് എന്റെ കമ്പനിയാണ്, ഞാൻ ഇവിടുത്തെ സിഇഒയും. സോ എനിക്കറിയണം. എന്തറിയാൻ? സിയു അഭാഗത്തിരിക്കുന്നവരെ തന്നോടല്ലേ പറഞ്ഞേ എനിക്ക് ഈ സിനിമ ചെയ്യാൻ സൗകര്യമില്ല. താൻ ചെയ്യും, ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞാനിത് ചെയ്യിക്കും. മായ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ഈ സിനിമ ഞാൻ ചെയ്യില്ല. ഇനി ഒരു സിനിമ ചെയ്താലും അത് തന്റെ കമ്പനിയായിട്ട് ഞാൻ ചെയ്യില്ല. എന്നോട് നോ പറഞ്ഞു പോയിട്ട് മലയാള സിനിമയിൽ ഏതെങ്കിലും പ്രൊഡ്യൂസർ നിന്റെ സിനിമ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ആരും ചെയ്യുന്നില്ലെങ്കിൽ മായ ഈ പരിപാടി അങ്ങ് നിർത്തും. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരുത്തന്നെ നോക്കിക്കെട്ടും. അവൻ എന്റെ ചെലവ് നോക്കിക്കോളും. കിട്ടാൻ പോയിട്ട് നിന്റെ മുഖത്തൊക്കെ ആമ്പിള്ളേർ നോക്കാറുണ്ടോ? ഓ, അത് നിങ്ങളെ ബാധിക്കില്ലല്ലോ. ഈ സിനിമയ്ക്ക് നീ സമ്മതിക്കാതെ ഈ ക്യാബിൻ വിട്ട് നീ പോവില്ല. ഞാൻ പോവും, താനൊരു ചുക്കും ചെയ്യും. സർ, മാനുവൽ സർ വിളിച്ചിരുന്നു. പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. അങ്കിളിനോട് ആരാ പറഞ്ഞത്? ഒബ്വിയസ്ലി ജസ്റ്റിൻ സാർ ആയിരിക്കും. എന്താണ് തീരുമാനമായ? സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നു, അതോ ഞാൻ പോലീസിന് മൊഴി കൊടുക്കണോ? അത് എനിക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, 2 days. അതിനുള്ളിൽ എനിക്ക് റിപ്ലൈ കിട്ടണം. അത് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ഞാനെന്താ ആലോചിക്കണേ? ആ കുട്ടിയോട് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പറയാൻ അവൾ സമ്മതിച്ചില്ലല്ലോ, അതിനു മുന്നേ എടുത്തെറിഞ്ഞില്ലേ? എന്തിരുന്നത്? അതൊന്നുമില്ല. സർ, മാൻവി സാറിനോട് എന്താ പറയേണ്ടത്? ഫോണിൽ കിട്ടുക. ദാ, എന്റെ പൊന്നങ്ങളെ, നിങ്ങൾക്ക് അവിടെ ഒരു പണിയില്ലേ? എന്നതാടാ വെച്ചനെ വീട്ടിൽ കള്ളം കയറി നിന്റെ കട തള്ളി പൊളിച്ചിട്ട് നിനക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്? എന്റെ അങ്കിളെ എല്ലാം അവളൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ? അവളും അവളല്ല, അവനൊന്നും കട്ടോണ്ട് പോയില്ലല്ലോ, പിന്നെ ചെറിയൊരു പോറല്, അത്രേ ഉള്ളൂ. ചെറുക്ക, നിനക്കറിയൂ നിന്റെ അമ്മ ചെയ്യില്ലാമതാ ഈ കയ്യിലോട്ടാ നിന്നെ. ആ, എന്നെ പിറ്റിട്ടിട്ട് പോയതാ. ഞങ്ങളുടെ ഉത്തരവാദിത്തം മൊത്തം അങ്കിളിനാ. കണ്ണേ പൊന്നേ എന്നാ ഞങ്ങളെ നിങ്ങൾ വളർത്തിയത്. മതി മതി മതി, എനിക്ക് തല ആറണം, അതുകൊണ്ട് മതി. പിന്നെ വിളിക്കട്ടാ. ഹലോ ഹലോ ഹലോ. നിന്നോടല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞേ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നതാണെന്ന്? എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെ? കാണുന്നില്ലല്ലോ. അപ്പൊ തന്നോടല്ലേ അവള് സംസാരിച്ചേ? അപ്പൊ പന്ന ചെറുക്കനുണ്ടല്ലോ, അയാളുടെ തലക്കെറിഞ്ഞതിന് കാല് കല്ല് പിടിക്കണായിരുന്നു. അവൻ ആരെന്നാ ടീച്ചറും ഇന്നലെ എന്നോട് ചരിത്രം പറഞ്ഞതും പോരാ, ഇന്നിപ്പോ അവന് ഞാൻ ആ സിനിമ ചെയ്യണം പോലും. അവന്റെ ഇഷ്ടത്തിന് ഞാനിപ്പോ എന്റെ സിനിമ ചെയ്യുന്നില്ല. പന്നപ്പാട്ടി പുല്ലി. നീ എന്തോന്ന് എക്സ്പ്രഷൻ ഇട്ട് വിളിക്കണേ? പുറകിലെന്താ ലീക്കായോ? എനിക്ക് വീടെടുത്തല്ലോ. അതല്ല പുള്ളി, തിരിഞ്ഞു നോക്കൂ. സോറി സാർ. ഇതാണോ ഫ്രണ്ട്? ആ അതെ. ഓ,
ഗേൾ ഫ്രണ്ടാ? അല്ല, ബോയ് ഫ്രണ്ട്. ഇതേ, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? എന്റെ ഓഫീസിലുള്ളവരെ ഞാൻ അറിയണ്ടേ? നിനക്ക് എങ്ങനെയാണ് അറിയാം? നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ ബേബി? ബേബി? ഓക്കെ, ഞാൻ ജസ്റ്റ് CEO ഓഫ് ദിസ് കമ്പനി. സർ, ഇത് നമ്മുടെ പുതിയ മൂവിയുടെ ഡയറക്ടറാണ്. ഓ, പുതിയ ഡയറക്ടറാണോ? അപ്പോ നമ്മളെയും വീട്ടിലേക്ക് കാണും അല്ലെ? കൊള്ളാം. കൊള്ളിക്കണ്ട, നമ്മള് കാണില്ല. ഇവളാണ് ഡയറക്ടർ, ഞാനല്ല. എനിക്ക് കാണാൻ തോന്നുമ്പോ ഞാൻ വന്ന് കാണാം. ഓക്കെ? സാറിനെ എൽവൻ സാർ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടോളാം. ബൈ ബേബി. Okay guys, see you soon. ഒരു സെക്കൻഡ്, അതാരാ? Justin sir. അപ്പൊ അകത്തുള്ളതോ? Elvin sir. എനിക്ക് വെട്ടാതാണോ അത് നിങ്ങൾക്ക് വെട്ടാണോ? അതെ, മാഡം ഇതൊന്ന് വിശദീകരിക്കൂ. ഇപ്പൊ പോയത് ജസ്റ്റിൻ സർ, അകത്തുള്ളത് എൽവിൻ സർ. അവർ ബ്രദേഴ്സ് ആണ്, ഇരട്ടകളാ. എൽവിൻ അലക്സാണ്ടറും ജസ്റ്റിൻ അലക്സാണ്ടറും. On voulait m'en aller, et ce depuis tant d'années. J'essaie de faire lever de souvent sourire, moi de faire le tri. നിനക്ക് എന്താ ജസ്റ്റി? നീ ഇതിനാ കൊച്ചിന്റെ മുന്നിൽ നാടകം കളിച്ചത്? ഞാൻ എന്ത് നാടകം കളിക്കും? അവളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നീയാണെന്ന്. അവളെ ഞാൻ വിളിച്ചിട്ടാണ് വന്നത്. പുതിയൊരു ഡയറക്ടറിനെയും പുതിയൊരു കഥയുമാണ്. അങ്ങനെ ഒരാളെയാണ് നിന്റെ നാടകം കാരണം ഇന്നലെ ഇല്ലാതാവാൻ പോയത്. അതെ, ഞാൻ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അവളോട് സത്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ അറിയാതെയാണ് നീ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി. കമ്പനി നിന്റെ മാത്രമല്ല എന്റെയും കൂടിയാണ്. അത് ഓർക്കുന്നത് നല്ലതാ. ജസ്റ്റ് നീ വേണ്ട. എന്നിട്ട് ആള് കേസ് കൊടുത്തില്ലേ? അതല്ലേടാ പറഞ്ഞേ, അയാളെ ഭീഷണിപ്പെടുത്തുവാണ്. എന്നിട്ട് നീ എന്താ പറയാൻ പോണേ? ഇപ്പൊ പറഞ്ഞത് തന്നെ. എന്തെങ്കിലും അയാളെന്നെ കൊന്നാലും ഞാൻ ഈ സിനിമ അയാളുടെ കൂടെ ചെയ്യില്ല. ഡീ, നിനക്ക് അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിന് നീ അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഈഗോന്റെ പുറത്ത് ഇത് വേണ്ടെന്നൊക്കെയാണോ? എടാ, എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന്. അതെ, നീ പോവുകയാണെങ്കിൽ ഇല്ലേലും എന്നെ വിളിക്കണ്ട, കേട്ടല്ലോ? അതെന്നാ? വേണ്ട, അത്ര തന്നെ. അതെന്താന്നല്ലേ ചോദിച്ചേ? അല്ല, നിനക്ക് മറ്റവനെ എങ്ങനെ അറിയാം? ഏതെങ്ങനെ? നിന്റെ ബേബിന്ന് വിളിച്ചില്ലേ അയാളെങ്ങനെ നിനക്കറിയാവുന്നേ? എനിക്കാണോ പറഞ്ഞൂടാ. നിക്കടാടാ, സത്യം പറടാ, ഇന്നലെ രാത്രി എന്തുണ്ടായ? എടി, ഒന്നുമില്ലടി. നീ പറഞ്ഞില്ലെങ്കിൽ മുട്ടുകാലി ഞാൻ കേറ്റും. പറടാ പട്ടി. ഒന്നുമില്ല എന്റെ പൊന്നോ, ഞാൻ പോണു. നിന്നെ ഞാൻ എടുത്തോളാടാ. ഒന്നില്ലെങ്കിൽ പിക്കപ്പ് വിളിക്കണേ. പപ്പ ഞാൻ അറിഞ്ഞോടല്ല പപ്പ, പ്ലീസ് പ്ലീസ്. ഞാനല്ല പപ്പ, ഞാനല്ല. എനിക്കറിയില്ല പപ്പ, പ്ലീസ്.